അശമന്നൂർ പഞ്ചായത്തിൽ പ്ലൈവുഡ് കമ്പനികൾ പെരുകുന്നു. ജീവിതം വഴിമുട്ടിയെന്നും മണ്ണും ജലവും മലിനമായെന്നും ജനങ്ങൾ. ഇതിനെതിരെ ജനകീയ കൂട്ടായ്മ പോരാട്ടം തുടങ്ങി. അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി രൂപീകരിച്ചാണ് പ്രതിരോധം. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ കൂപ്പടി ബ്ലോക്ക് അശമന്നൂർ വില്ലേജിൽ ഉൾപ്പെട്ട അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് 21.57 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശമാണ്. ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായി ഒട്ടനവധി സവിശേഷതകളുള്ള ഇവിടെ കുന്നുകളും താഴ്വരകളും തണ്ണീർത്തടങ്ങളും നശിപ്പിച്ചുകൊണ്ട് പ്ലൈവുഡ് കമ്പനികൾ അരങ്ങുവാഴാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ കമ്പനികളുടെ വരവോടെ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും ജനജീവിതവും താളം തെറ്റിയെന്നാണ് കർമ്മസമിതി ആരോപിക്കുന്നത്. വ്യവസായങ്ങളും അനുബന്ധ മറ്റ് വ്യവസായങ്ങളുമാണ്. ക്രമാതീതമായ വർധന ജനജീവിതത്തെ ഏതാണ്ട് നരകതുല്യമാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നവിടെ ഉള്ളത്. 48 കമ്പനികൾ ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രതിഭാസമാണിത്. അക്കാലത്ത് ആദ്യകാലത്തൊക്കെ നമ്മളെല്ലാവരും തദ്ദേശവാസികൾ മാത്രമല്ല എല്ലാ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിവാസികളൊക്കെ പച്ചപരവതാനി വിരിച്ച് അവരെ സ്വാഗതം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ നാളുകൾ പിന്നിട്ടപ്പോൾ ഇതിൻ്റെ ഈ മലിനീകരണവും മറ്റ് പ്രശ്നങ്ങളും ജനജീവിതത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായി ഇന്ന് ജനങ്ങൾ ഒരു പ്രതിരോധത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷക്കാലമായി ഈ നാടിനെ നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ, ഈ വ്യവസായത്തിനെതിരെ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. വ്യവസായങ്ങൾ വേണം, സാമ്പത്തിക വികസനം നാടിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ അവ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണെങ്കിൽ നമുക്കത് അനുവദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് ആവശ്യമാണ്. പക്ഷെ ഇന്ന് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കേവലം കേസിറ്റ് അക്നോളജ്മെന്റിന്റെ മാത്രം മറവിൽ 3-3.5 വർഷക്കാലം അവർക്ക് യഥേഷ്ടം അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദമാണ് സർക്കാരിന്റെ പുതിയ സാമ്പത്തിക വ്യവസായ നയം മൂലമുണ്ടായിരിക്കുന്നത്. കുന്നുകൾ നിരത്തിയും പാടശേഖരങ്ങൾ നികത്തിയുമാണ് കമ്പനികളുടെ നിർമ്മാണം. ദരിദ്രരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ സ്ഥലം കൈക്കലാക്കിയും കമ്പനികൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് കർമ്മസമിതി ആരോപിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും വ്യവസായങ്ങൾക്ക് എതിരായിട്ടല്ല പ്രവർത്തിക്കുന്നത്. വ്യവസായങ്ങൾ വേണം, നമുക്ക് കേരളത്തിന്റെ പുരോഗതിക്ക് വ്യവസായങ്ങൾ എപ്പോഴും ആവശ്യമാണ്, വേണം. പക്ഷേ അശമന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് 48 കമ്പനി, അതായത് പ്ലൈവുഡ് കമ്പനികൾ മാത്രം 48 കമ്പനി 9 വാർഡിലായിട്ട്, 9 വാർഡ് എന്ന് പറഞ്ഞാൽ 3 വാർഡിൽ 2-3 കമ്പനികളുള്ളൂ, ബാക്കി 6 വാർഡിലായിട്ടാണ് ഈ 44 കമ്പനികളും നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പത്രമാധ്യമങ്ങളുടെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ആ പഞ്ചായത്തിന്റെ അവസ്ഥ എന്നാണ്. 44 കമ്പനികൾ 6 വാർഡിലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ 35 കമ്പനികൾ ഇപ്പോൾ കേസിറ്റ് വഴി അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഈ 35 കമ്പനികളും ഈ 5 വാർഡിലായിട്ടാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ സർക്കാർ കമ്പനികൾക്ക് അനുവാദം കൊടുത്തപ്പോഴാണ് ഞങ്ങൾ പഞ്ചായത്തിൽ മൊത്തം ഒരു സംഘടന രൂപീകരിച്ച്, കർമ്മസമിതി എന്ന രൂപീകരിച്ച് ഇതിന് പരാതികളായിട്ട് കളക്ടറും അനുബന്ധ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് പോയത്. പക്ഷേ പരാതികൾ കൊടുത്തപ്പോൾ ഈ പരാതികൾക്കൊന്നും ഒരു പരിഹാരവും ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ കമ്പനികൾക്ക് പൂർണ്ണമായിട്ട് അവർക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത് എല്ലാ കാര്യങ്ങൾക്കും. അതായത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ കേസിറ്റ് അനുവാദം മേടിച്ചാൽ അവിടെ കമ്പനി കൊടുക്കാം. അവിടെ പാടമായിക്കോട്ടെ, നിലമായിക്കോട്ടെ, ജലസ്രോതസ് ആയിക്കോട്ടെ, ഇതൊന്നും ബാധകമല്ല, ആരും പരിശോധിക്കാനും ആളുകളില്ലാത്തൊരവസ്ഥ. ഇങ്ങനെ വന്നപ്പോഴാണ് ഇതിന് യാതൊരു പരിഹാരവും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ 1.5 വർഷം മുമ്പ് ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തത്, പൊതുകേസ് കൊടുത്ത ആ കേസ് ഇപ്പോൾ 4 വിധികളായിട്ടുണ്ട്. 4 നമുക്ക് പഞ്ചായത്തിന് വളരെ അനുകൂലമായ വിധികളാണ് വന്നിരിക്കുന്നത്. ആ വിധികളുടെ വിധിപ്പകപ്പാണ് ഞങ്ങൾ അതിനകത്ത് അച്ചടിച്ച് തന്നിരിക്കുന്നത്. ഓരോ വിധിക്കും തന്നിരിക്കുന്ന വിധിപ്പകപ്പുകളാണ്. യാതൊരുവിധ ഫയർ സുരക്ഷാ സംവിധാനങ്ങളും പാലിക്കാതെ, ലൈസൻസോ ഫയർ NOCയോ ഇല്ലാതെ കമ്പനികൾ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. അധികാരികളുടെ നിർദ്ദേശങ്ങളും സ്റ്റോപ്പ് മെമ്മോകളും കാറ്റിൽ പറത്തി കമ്പനി ഉടമകൾ സ്വേച്ഛാധിപതികളെ പോലെ പ്രവർത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇതിനെതിരെ അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി രൂപീകരിച്ച് പ്രതിരോധം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ണും വായുവും ജലവും മലിനമാക്കുമ്പോഴും ജനങ്ങൾ മാറാവ്യാധികൾ കൊണ്ട് ദുരിതമനുഭവിക്കുമ്പോഴും അധികാര സ്ഥാപനങ്ങൾ
സംരംഭങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് മാത്രം ശ്രദ്ധ ചെലുത്തുന്നു എന്നാണ് കർമ്മസമിതി ഭാരവാഹികളുടെ ആരോപണം. ഇപ്പോൾ നിലവിൽ 48 കമ്പനികൾ പ്രവർത്തിക്കുന്നതിന്റെ അവർ അനധികൃത നിർമ്മാണമായിട്ടുള്ളതിന്റെ ഫൈൻ കോടതികൾ ഫൈൻ പഞ്ചായത്തിൽ അടയ്ക്കേണ്ട ഗതികൾ വന്നാൽ ഓരോ കമ്പനികളിൽ നിന്നും ഒരു ചുരുങ്ങിയത് 6 ലക്ഷം 7 ലക്ഷം രൂപ വെച്ച് അടയ്ക്കേണ്ടി വരും. ഒരു പഞ്ചായത്തിന്റെ സാമ്പത്തികം എന്തായാലും നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. 48 കമ്പനിയിൽ നിന്നും അങ്ങനെ അടയ്ക്കേണ്ടി വരും. അതിന് ആ അടച്ചാൽ പോലും ആ കമ്പനിക്ക് നിലനിൽക്കാൻ കഴിയും. അതിൽ 5 or 6 കമ്പനി മാത്രമേ റെഗുലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. 2018-ലും 19-ലും 3-4 ആക്ടുകൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. റെഗുലൈസ് ചെയ്യുന്നതിന് ഇത്ര സെറ്റ് ബാക്ക് വേണം. ഈ സെറ്റ് ബാക്ക് ഒന്നുമില്ല. ഒരു കമ്പനിക്ക് ഇത്ര ദൂരപരിധി വേണമെന്നില്ല. ഇതൊന്നും പാലിക്കാതെ ഓരോ കമ്പനിയും അതിനോട് മതിൽ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഒരേ കാറ്റഗറിയിൽപ്പെട്ട യെല്ലോ കാറ്റഗറിയാണ് പ്ലൈവുഡ് വ്യവസായങ്ങൾ. ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഒരേ വ്യവസായങ്ങൾ തന്നെ തൊട്ടടുത്ത് 10-15 വരുമ്പോൾ അത് റെഡ് കാറ്റഗറി ഹോട്ടലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കഴിയും. ഇതിന്റെ പുകയെല്ലാം എങ്ങനെ പരിശോധിക്കും? ഒരു പുകവഴി പരിശോധിക്കാൻ മാത്രമേ പൊല്യൂഷന്റെ മിഷനുള്ളൂ. അവിടെ 12 മിഷൻ ഒരുമിച്ച് നോക്കിയിട്ട് പൊല്യൂഷന്റെ കണ്ടിട്ട് ആണ് നോക്ക്. അവിടെ പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ തെറ്റാണ്. പൊല്യൂഷൻ അവിടെ ഒരു കമ്പനി മാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ പോകും, അതിന് മാത്രം സെറ്റ് ബാക്ക് എടുക്കും. അതിന്റെ ഇങ്ങനെ സെറ്റ് ബാക്ക് എടുക്കണം. എവിടെയാണോ മിഷനറി വെച്ചേക്കണം, മിഷനറി ഇട്ട് കോമ്പൗണ്ട്. അങ്ങനെയല്ല, എവിടെയാണോ ഷെഡ് ഇരിക്കുന്നത് ഷെഡ് ഇട്ട് കോമ്പൗണ്ട് ആകണം. ഇത് മിഷനറി സ്ഥാപിച്ചേക്കണം കറക്റ്റായിട്ട് വെച്ച് അവിടെ പൊല്യൂഷന്റെ പേപ്പർ ഇട്ട് കയറി കഴിയുമ്പോൾ വീണ്ടും വേറെ ഫൗണ്ടേഷൻ പ്രത്യേകിച്ച് മിഷനറി ഇട്ടുമാണ്. പിന്നെ പുതുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു പൊല്യൂഷൻ ആൾക്കാർ അങ്ങോട്ട് ചിലപ്പോൾ ഇങ്ങനെയാണ് എല്ലാ കമ്പനികളുടെയും പ്രവർത്തനം. ഒന്നും പറഞ്ഞിരിക്കുന്നവർക്കല്ല, ഒരു മിഷനറി സ്ഥാപിക്കുന്നതിന് സ്കെച്ചും പ്ലാനും വേണം. അതിന്റെ പവറിന്റെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ടിരിക്കണം. ഒരു കമ്പനിയിലും HCP കറക്റ്റല്ല, HCP കൂടുതലാണ്. KCP ഇതിനകത്ത് നമ്മുടെ ചിന്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അഡ്വൈസറി കമ്മീഷനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തങ്ങളുടെ നിയമലംഘനങ്ങൾ പുറത്തുവരുമെന്ന ഭീതിയിൽ കമ്പനി മാഫിയകൾ കർമ്മസമിതി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും കള്ളക്കേസ് കൊടുത്തും ഉപജീവനമാർഗം തടസ്സപ്പെടുത്തുന്നതായും കർമ്മസമിതി അംഗങ്ങൾ ആരോപിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് CA അശോകൻ, സെക്രട്ടറി NV സോമരാജൻ, M അജിംസ്, PJ രാജൻ, PA വിജയൻ എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, ഈ അശമനൂർ പഞ്ചായത്തില് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കമ്പനി വന്ന് ഈ KSP വരുന്നതിന് ഞങ്ങളാരും ഒരു സമരത്തിന് പോയിട്ടില്ല. ഒരാള് സമരത്തിന് പോയിട്ടില്ല. ഇപ്പൊ ഈ സമരം തുടങ്ങാനുണ്ടായ കാരണം ഒരു 6, 7, 8, 9, 10, 11, 12, 13 വാർഡുകളിലാണ് ഈ കമ്പനികൾ സ്ഥിതി ചെയ്യുന്നത്. 14 വാർഡുള്ള അശ്മനൂർ പഞ്ചായത്തില് പകുതി വാർഡുകളിലാണ് ഈ കമ്പനികൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും നിബിഡമായ കമ്പനികൾ ഒരുമിച്ച് വരുമ്പോഴുണ്ടാവുന്ന മലിനീകരണമാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ ജനവാസ മേഖലകളിൽ വരെ ഈ കമ്പനികൾ വന്നപ്പോഴാണ് ഇപ്പൊ ഈ അശോകന്റെ വീടിരിക്കുന്നത്, എന്റെ വീടിരിക്കുന്ന ഏരിയയില് ഏതാണ്ട് ഒരു 100-200 വീടുകൾ അവിടെ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ആ വീടുകൾ ഇരിക്കുന്നതിന് ചേർന്ന് വരെ കമ്പനി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നടത്തും എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ നയമുണ്ട്. കാരണം 50 മീറ്റർ അകലം മതി ഒരു വീടുമായിട്ടുള്ള അകലം. ഒരു ബാർ സ്ഥിതി ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ 150 മീറ്റർ അകലം വേണം. അവർ മതിൽ വളർച്ച കിട്ടിയാണ് ഒരു ബാർ നടത്തിക്കൊണ്ടുപോകണം. അതേസമയത്ത് ഇത്രയും വലിയ ഒരു കമ്പനി നടത്താൻ വെറും 50 മീറ്റർ അകലം വന്നു. അതുകൊണ്ട് നിയമം അവർക്ക് അനുകൂലമായതുകൊണ്ട് അവരത് നടത്തും. നമുക്ക് അവരെ നേരിട്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള നിയമമില്ല. ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് കമ്പനിക്കെതിരെ ഞങ്ങൾ സമരത്തിന് പോയിട്ടില്ല. കമ്പനിക്കെതിരെ ഒരു സമരവുമായി മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ സർക്കാരിന്റെ നയത്തിനെതിരെയാണ് ഞങ്ങൾ ഈ കോടതി വഴിയിൽ നിയമത്തിൽ പോയി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.